ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാസും ഹാവും ഹാഡും അതിലൊരു സബ്സ്ക്രൈബിലിറ്റി എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഹാസ്, അതായത് നമ്മുടെ ഹാസും ഹാഡും നെഗറ്റീവ് സെന്റൻസിൽ വരാത്ത എന്തുകൊണ്ടാണെന്ന് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ സംശയം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ടല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്റെ ഒരു ക്ലാസ് ആയിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു സംശയം കാണും, പലർക്കും കൂടി കാണുമായിരിക്കും. ഈ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ പലർക്കും കൂടി സംശയം കാണുമായിരിക്കും. അപ്പം ഈ ക്ലാസ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അപ്പം ഇന്നലെ ചോദിച്ചൊരു സംശയമാണ് ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒട്ടും ലേറ്റ് ആക്കാതെ അതിൽ എന്തുകൊണ്ടാണ് വരുന്നത് റീസണും അതിന്റെ എക്സാമ്പിൾസും എന്തിനാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് സെന്റൻസിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിൽ പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. വൈ ഡു വി നോട്ട് യൂസ് ഹാസ് എന്ന നെഗറ്റീവ് സെന്റൻസ് നമ്മൾ എന്തുകൊണ്ടാണ് ഹാസ് യൂസ് ചെയ്യാത്തതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐ തിങ്ക് യു മീൻ വൈ ഡു വി നോട്ട് യൂസ് ഹാസ് ഓർ ഹാഡ്. ഹാസും ഹാഡും നമ്മൾ നെഗറ്റീവ് സെന്റൻസിൽ യൂസ് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ആഫ്റ്റർ, ഡു, ഡസ്, പിന്നെ ഡിഡ് ഇൻ നെഗറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ ആഫ്റ്റർ, ഡു അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് അതൊക്കെയാണ് നെഗറ്റീവ് സെന്റൻസിൽ വരുന്നത്. അപ്പൊ അതിന്റെ റൂള് നോക്കാം എന്താ വരാത്തത്. വെൻ വി യൂസ് ഡു, ഡസ് ഓർ ഡിഡ്, നമ്മൾ യൂസ് ചെയ്യാണ്, അതായത് ഡു, ഡസ് ഓർ ഡിഡ് നമ്മൾ യൂസ് ചെയ്യാണ് ആസ് ഹെൽപ്പിംഗ് വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദ മെയിൻ വെർബ് മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് ബേസ് ഫോം. മെയിൻ വെർബ് വന്നിട്ട് അതിന്റെ ബേസ് ഫോം ആയിട്ട് വരണം. അതായത് V1. ഓക്കെ, അതിന്റെ ബേസ് ഫോം ആയിട്ട് നമുക്ക് കിട്ടണം V1. ഓക്കെ, സോ വി യൂസ് ഹാവ്, നോട്ട് ഹാസ് ഓർ ഹാഡ്. അതുകൊണ്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹാഡും പിന്നെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഹാഡും ഹാസും യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. നമ്മൾ ഹാവ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ഡിഡ്, ഡസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹാസ്, ഡസ് എന്ന് വരില്ല. ഹാവ്, ഡസ്, അങ്ങനെ ഹാവ് വെച്ചിട്ടാണ് നമുക്ക് ആ സെന്റൻസ് വന്നത്. ഡിഡ് യു ഹാവ് എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്നത് ഡു വെച്ചിട്ടാണ് വരുന്നത്, ഹാവ്. ഓക്കെ, നമ്മൾ അവിടെ ആസ് യൂസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഹാഡ് യൂസ് ചെയ്യത്തില്ല. ആ നെഗറ്റീവില് മാത്രമാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സോ വി യൂസ് ഹാവ്, നോട്ട് ഹാസ് ഓർ ഹാഡ്. പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ എങ്ങനെയാ? ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഹാസ് ആണ് പ്രസന്റ് ടെൻസിൽ വരുന്നത്. പിന്നെ ഷീ ഡസന്റ് ഹാസ് എ കാർ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. അതെന്തുകൊണ്ട് പറയാത്തത്? നമ്മൾ നെഗറ്റീവിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അത് പറയത്തില്ല. ഷീ ഡസന്റ് ഹാസ്, നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ പറയുന്നത് ഷീ ഡസന്റ് ഹാസ് എ കാർ എന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ലോ. നമ്മൾ ഷീ ഡസന്റ് ഹാവ് എ കാർ, നമുക്കൊരു വണ്ടി പോലും ഇല്ല എന്ന് നമ്മൾ പറയും. ഷീ ഡസന്റ് ഹാവ് എ കാർ, ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയാ സെന്റൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി നോക്കുമ്പോൾ മനസ്സിലാവും. ഷീ ഹാസ് എ കാർ, ഷീ ഡസന്റ് ഹാസ് എ കാർ അത് തെറ്റാണ്. ഷീ ഡസന്റ് ഹാവ് എ കാർ ആണ് കറക്റ്റ്. എന്തുകൊണ്ടാ? വൈ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് ഡസ് ഓൾറെഡി ഷോസ് ദ തേർഡ് പേഴ്സൺ. ഡസ് എന്ന് വെച്ചാൽ ഒരു തേർഡ് പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഒരാളിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കും? ഡസ് ഓൾറെഡി ഷോസ് എ തേർഡ് പേഴ്സൺ, മൂന്നാമത്തെ ഒരാളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സിംഗുലർ ഫോമിൽ ഏതൊക്കെയാ വരുന്നത്? നമ്മൾ ഹി, ഷീ, ഇറ്റ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഹി, ഷീ, ഇറ്റ് ആണ് സിംഗിൾ ഫോമിലാണ് വരുന്നത്. ദ മെയിൻ വെർബ് റിട്ടേൺസ് ടു ദ ബേസ് ഫോം ഓഫ് ഹാവ്. മെയിൻ വെർബ് അത് റിട്ടേൺ ആവുന്നത് ഹാവിലാണ്. ഓക്കെ, മെയിൻ ഫോം റിട്ടേൺ ആവുന്നത് ഹാവിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഹാസിന് പകരം ഹാവ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഷീ ഡസ്, ഷീ ഹാഡ് എ കാർ. ഓക്കെ, അടുത്തത് ഷീ ഡിഡിൻ ഹാഡ് എ കാർ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. കാർ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഷീ ഡിഡിൻ ഹാവ് എ കാർ, അവൾക്ക് കാർ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ പാസ്റ്റ് ടെൻസിന് പറയുമ്പോൾ പറയുന്നത്. വൈ, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത്? നമുക്ക് നോക്കാവേ. എന്തുകൊണ്ട് നമ്മൾ പറയുന്നത്? ബിക്കോസ് ഡിഡ് ഓൾറെഡി ഷോസ് ദി പാസ്റ്റ് ടെൻസ്. ഡിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കാണിക്കുന്ന പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഡിഡ്.
ചെയ്തു എന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ദ മെയിൻ വെർബ് റിട്ടേൺ ടു ദ ബേസ് ഫോം ഹാവ്. മെയിൻ വെർബ് എന്ത് ചെയ്യും? അത് ബേസ് ഫോമിലോട്ട് റിട്ടേൺ ചെയ്യും, അതായത് ഹാവ്. അപ്പോഴാണ് നമുക്കത് സെന്റൻസ് വരുന്നത് ഹാവ്. ഓക്കെ, മനസ്സിലായോ? ദ മെയിൻ വെർബ്, അതായത് അതിന്റെ മെയിൻ വെർബ് വന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്നതാണ് ടു ദ ബേസ് വെർബ്. മെയിൻ വെർബിന് ബേസ് വെർബിലോട്ട് റിട്ടേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാവ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുലാസ് നോക്കാം. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവിൽ വരുമ്പം ഐ ഹാവ് എ ബുക്ക്. നമ്മൾ നെഗറ്റീവിൽ വരുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എ ബുക്ക് എന്ന് നമ്മൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഐ ഡസ് ഹാവ് എ ബുക്ക് എന്നോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ബുക്ക് എന്ന് നമ്മൾ പറയത്തില്ല. ഐ ഡോണ്ട് ഹാവ് എ ബുക്ക് എന്നാണ് പറയുക. അതാണ് കറക്റ്റ് സെന്റൻസ്. നെക്സ്റ്റ്, ഷീ ഹാസ് എ ബുക്ക്. അവൾക്കൊരു പുസ്തകമുണ്ട്. ഷീ ഹാസ് എ ബുക്ക്. അപ്പം ഷീ ഡസൻ ഹാസ് എ ബുക്ക്. അവൾക്ക് പുസ്തകമില്ലായിരുന്നു നെഗറ്റീവിൽ വരുമ്പോൾ. ദേ ഹാഡ് എ കാർ. അവർക്കൊരു കാർ ഉണ്ട്. അപ്പൊ ഇതില് പോസിറ്റീവില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാവും ഹാസും ഹാഡും എല്ലാം വരും. നെഗറ്റീവിലാണ് ഹാവ് മാത്രമേ കാണത്തുള്ളൂ. ദേ ഡിഡിൻ ഹാവ് എ കാർ. ഓക്കെ, അവർക്ക് കാർ ഇല്ലായിരുന്നു. പിന്നെ ഈസി വേ ടു റിമെമ്പർ ഡു ഡസ് ഡിഡ്. ക്യാരി ദ ടെൻസ്. നമുക്ക് ടെൻസ് ആൻഡ് അഗ്രിമെന്റ്. ഓക്കെ ഓക്കെ, ഈസി വേ ടു റിമെമ്പർ ഡു ഡസ് ഡിഡ് ക്യാരി ദ ടെൻസ് ആൻഡ് അഗ്രിമെന്റ്. ഓക്കെ, നമ്മൾ ക്യാരി ദ ടെൻസും അഗ്രിമെന്റും നമ്മൾ ക്യാരി ചെയ്യാണ്. അപ്പൊ അതെങ്ങനെ വരും നോക്കാവേ. ഓക്കെ, therefore അതായത് ടെൻസ് അഗ്രിമെന്റിൽ വരുമ്പോൾ ടെൻസ് ആൻഡ് അഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ അഗ്രിമെന്റിൽ അതെങ്ങനെ വരും? അതായത് ഈസി വേ ടു റിമെമ്പർ, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഇത് ഓർത്ത് വെക്കാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ വരുന്നത് ഡു ഡസ് ഡിഡ്, ഈ മൂന്ന് വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഡു ഡസ് ഡിഡ് അത് ക്യാരി ദി ടെൻസ് ആൻഡ് അഗ്രിമെന്റ്. അത് ഇങ്ങനെ ക്യാരി ചെയ്യുന്നത് ടെൻസിന് പിന്നെ അതിന്റെ അഗ്രിമെന്റിനെയാണ്. ഓക്കെ, പിന്നെ therefore the main verb stays in its base form. മെയിൻ വെർബ് അതുകൊണ്ട് അത് ബേസ് വെർബിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, സ്റ്റേ ചെയ്യും ബേസ് വെർബ്. ഇറ്റ്സ് ബേസ് ഫോമിലായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് മെയിൻ വെർബ്. ഓക്കെ, അപ്പൊ അതെന്താ വരും? ഡസ് പ്ലസ് ഹാവ് കറക്റ്റ്, ഡിഡ് പ്ലസ് ഹാവും കറക്റ്റ്, ഡസ് പ്ലസ് ഹാസ് റോങ്, ഡിഡ് പ്ലസ് ഹാഡും റോങ് ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ടിനാണ് ശരിയായിട്ട് വരുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹി ഡസൻ ലൈക്ക് കോഫി, കാരണം അവന് കോഫി ഇഷ്ടമല്ല. ഡസൻ ലൈക്ക് കോഫി എന്ന് വെച്ചാൽ നോട്ട് ലൈക്ക്. ഓക്കെ, പിന്നെ ഷീ ഡസൻ ഗോ ദേർ, നോട്ട് ഗോസ്, അതായത് അവൾക്ക് അവിടെ പോകണ്ട, അവരവിടെ പോകുന്നില്ല. പിന്നെ ദേ ഡിഡ് നോട്ട് ഈറ്റ് ലഞ്ച്, അവര് അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല, അതായത് ഉച്ചഭക്ഷണം കഴിച്ചില്ല. നോട്ട് ഈറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ വരുന്നത് ദ സെയിം റൂൾ അപ്ലൈ ടു ഹാവ്. സെയിം റൂളാണ് നമ്മൾ ഹാവിന് അപ്ലൈ ചെയ്യുന്നത്. ഷീ ഡസൻ ഹാവ് എ കാർ, അവൾക്കൊരു കാർ ഇല്ലായിരുന്നു എന്ന് നമ്മൾ സെയിം റൂളാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഹി ഡസൻ ഹാവ് എ പെൻ, അവനൊരു പേന ഇല്ലായിരുന്നു. ദേ ഡിഡിൻ ഹാവ് ഇനഫ് ടൈം, അവർക്ക് മതിയായ സമയം കിട്ടിയില്ല. അപ്പം ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് സെന്റൻസിൽ മാത്രമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സെന്റൻസ് നമ്മൾ ഈ രീതിയിലൊക്കെയാണ് പറയാ. പോസിറ്റീവിൽ നമ്മൾ എല്ലാം കോമൺലി യൂസ് ചെയ്യാറുണ്ട്. മൂന്നും നമ്മൾ യൂസ് ചെയ്യും, ഹാസ് ഹാവ് ഹാഡും. നെഗറ്റീവിൽ നമ്മൾ ഹാവ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് സംശയം എനിക്ക് ക്ലാസ് ഒന്നും കൂടി കേട്ട് നോക്കുക. നിങ്ങൾ 2-3 വട്ടം റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും മടിക്കണ്ട. നിങ്ങൾക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഇതിലെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാനും കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ വാട്സപ്പിലോ മെയിലിലോ ചോദിച്ചാൽ മതി. ഓക്കെ, ഒരു കുട്ടി ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാനോ ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഈ ക്ലാസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതും ഇട്ടതും. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എന്നാൽ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈയും തരാം. അതുപോലെ തന്നെ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യാം. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി.
ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമറിന്റെ ക്ലാസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി എന്നെ. ഓക്കെ. വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞത് നെഗറ്റീവ് സെന്റൻസിന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും കൂടി ഈ വീഡിയോസ് ഇങ്ങനെ ഈ ക്ലാസ് ഉണ്ടെന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ പറയുക. ഓക്കെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും ബൈ ബൈ. സീ യു.